അവരുടെ ദീനിന്റെ ശിആറുകളെ കളിയാക്കുന്ന കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? എന്തിന്? അവർക്ക് ആ നിയമങ്ങൾ ദഹിക്കാത്തതുകൊണ്ട്, പിടിക്കാത്തതുകൊണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ, അടയാളങ്ങളെ, നിയമങ്ങളെ ഏതെങ്കിലും ഒന്നിനെ, ഒരു സുന്നത്താകട്ടെ, ഒരു കറാഹത്താകട്ടെ, ഒരു ഹലാലാകട്ടെ, ഏതെങ്കിലും ഒന്നിനെ നിസ്സാരപ്പെടുത്തിയാൽ, ഒന്നിനെ കളിയാക്കിയാൽ, ഒന്നിന്റെ നിയമം മാറ്റി പറഞ്ഞാൽ നമ്മൾ ഈ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോകും. മുർത്തദ്ദായി കഴിഞ്ഞാൽ ഇത്രയും കാലം ചെയ്ത അമലുകളൊന്നും നമ്മുടെ പട്ടികയിൽ കാണൂല. ഒരു മനുഷ്യൻ മുർത്തദ്ദായി മരിച്ചാൽ അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി. ദുനിയാവിലും ആഖിറത്തിലും കാര്യമായിട്ട് അവന് ലാഭമൊന്നും ഉണ്ടാകൂല. അവൻ പിന്നെ പോകുന്നത് പരാജിതരുടെ പട്ടികയിലേക്കാണ്. ഇസ്ലാമിന്റെ ഭംഗി നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇസ്ലാമിലായിട്ട് നിൽക്കുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ഞാൻ മറ്റൊന്നിലേക്ക് ചാടിപ്പോകട്ടെ എന്ന് ചിന്തിക്കരുത്. ഇസ്ലാമിലായിട്ട് നിന്നിട്ട് തന്നെ സഹിച്ചു മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഒറ്റ സംഭവം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് രാജിയാകുന്ന രൂപത്തിൽ ഒരു വാക്കും പ്രവൃത്തിയും ഉണ്ടാകാതെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ചെറുതാക്കി കാണരുത്. നിയമം നമുക്കറിയില്ലെങ്കിൽ അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം. പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നീ അങ്ങനെ കഴുത്ത് മറച്ച്, നല്ല മുഖം മറച്ച്, തല മറച്ച് ഒരു ബീവിയായിട്ട് എന്റെ കൂടെ പോരേണ്ടതില്ല. നല്ലൊരു ഷാളൊക്കെ ധരിച്ച്, ഒരു പുതിയ രൂപത്തില്, ന്യൂ ജനറേഷനില് തലയിൽ ഒരു ഷാളൊക്കെ തട്ടത്തിന് ഇട്ടാൽ മതി. വലിയ തട്ടോ ഇട്ടിട്ടൊരു ഉമ്മാമയായിട്ട് നീ എന്റെ കൂടെ പോരേണ്ടതില്ല എന്ന് പറയുന്ന ഭാഷയിൽ അവിടെ ദീനിന്റെ നിയമത്തെ നിരാകരിക്കലുണ്ട്, പരിഹസിക്കലുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ് കഴുത്ത് മറക്കണം, കാത് മറക്കണം, തല മറക്കണം. മുഖമക്കനയുടെ താഴ്ഭാഗം താഴോട്ട് തൂക്കിയിടണം. മുകൾ ഭാഗത്തേക്ക് വലിച്ചു കെട്ടലല്ല, മുഖമക്കനയുടെ താഴ്ഭാഗം താഴോട്ടാണ് തൂക്കിയിടേണ്ടത്. ഇവിടെ നമ്മൾ ആ മറ പൊളിച്ചിട്ട് ഒരു ഷാള് മാത്രമാക്കി മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ ദീനിൽ നിർബന്ധമായ ഒരു വിഷയത്തെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കുന്നു. നമ്മുടെ കുട്ടിക്ക് സീറ്റ് കിട്ടിയാൽ മതി. സീറ്റ് വാങ്ങാൻ പോയ സ്ഥാപനത്തിന്റെ നിയമം എന്താ? കോമ്പൗണ്ടിലേക്ക് കയറുമ്പോ ശിരോവസ്ത്രം അയച്ചു വെക്കണമെന്നാ. എന്താ മുസ്ലിമിന്റെ കാഴ്ചപ്പാട്? ശിരോവസ്ത്രം 2 കൊല്ലം ചോദിച്ചാ പോരെ? ഒരൊറ്റ ദിവസത്തെ വിഷയത്തിന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. എന്നിട്ടല്ലേ 2 കൊല്ലം? നീ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിഗ്രിയും കാര്യവും അങ്ങനെ അല്ലാതെ കിട്ടൂലെങ്കിൽ വേണ്ടെന്ന് വെച്ചാ പോരെ? ജീവിതം നടക്കൂലേ? ജീവിക്കാൻ കഴിയൂലേ? പിന്നെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ അല്ലാതെ ഈ നാട്ടിൽ പഠിക്കാൻ കഴിയില്ല എന്ന് കുട്ടികൾ. ഞങ്ങൾ നിയമം വന്നു കുട്ടികൾ ഈ നാട്ടിൽ അങ്ങനെ അല്ലാതെ പഠിക്കാൻ കഴിയില്ല. ഉന്നത കലാലയങ്ങൾ, ബിരുദങ്ങളിലൊക്കെ നേടാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ശിരോവസ്ത്രം അയച്ചു വെക്കണം. എന്തായിരിക്കും നമ്മുടെ നിയമം? നമ്മുടെ നയം എന്തായിരിക്കും? ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ പെട്ടുപോയി. അതാ ഞാൻ പറയുന്നത്. അത് കുറച്ചേരം സഹിച്ചാൽ പോരെന്നോ? എന്നാലും കുഴപ്പമില്ല. പക്ഷെ തട്ടല്ലേ ഉസ്താദ് അയച്ചു വെക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മറക്കണില്ലേന്നാ? എങ്ങനെയാ നമ്മളെ നയം? ഞാൻ പറഞ്ഞ പല ആൾക്കാരും പല വീക്ഷണത്തിലവിടെ കാണുന്നത്. ഈ തലയിൽ തട്ടം മറക്കാന്നുള്ളത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പഠിപ്പിച്ച നയല്ല, അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ച നയല്ലേ. ശരിക്ക് കാതും കഴുത്തൊക്കെ മറക്കണം എന്നുള്ള നിയമം തട്ടം മറക്കുമ്പോ അതൊക്കെ മറയല്ലോ. ഈ നിയമം ആരാ പഠിപ്പിച്ചത്? അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിച്ച നിയമല്ലേ. അതിനെ തിരസ്കരിച്ചിട്ട് നമ്മൾ അത് അത്രയല്ലേ ഉള്ളൂ എന്ന് ലാഘവത്തോടെ കാണുമ്പോ നമ്മൾ തന്നെയല്ലേ ആ നിയമത്തെ പരിഹസിക്കുന്ന ആൾക്കാർ, കൊച്ചാക്കുന്ന ആൾക്കാർ, കളവാക്കുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ പുറത്തുള്ള കുറ്റം പറഞ്ഞു. പുറത്തുള്ള ആൾക്കാർ അത് വേണ്ടാന്ന് പറയുമ്പോ കുറ്റം പറഞ്ഞില്ല. നമ്മൾ ആദ്യം നേരെ ചൊവ്വയാകണ്ടേ? നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് ഇറക്കുമ്പോ എത്ര ചെലവുണ്ട്? അല്ലാഹു തആല പൊരുത്തപ്പെട്ട രീതിയിൽ ഇറക്കണ്ടേ? അന്ന് ആ കുട്ടിയുടെ ശരീരത്തിന്റെ സ്വകാര്യതകൾ മുഴുവനും പരസ്യമാക്കി ഇറക്കിയ സഹോദരങ്ങളെ, അല്ലാഹു തആല കൂലി കിട്ടുക കൊടുത്ത ഭക്ഷണത്തിനൊക്കെ. പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു പൊതുജീവിതത്തിലേക്ക് പാദമൂന്നുന്ന ഒരു സമയം, ആ കുട്ടിന്റെ മാറിട അടക്കം വെളിവാണ്. ആ കുട്ടിക്ക് തലേന്ന് സ്കൂളിൽ പോകുന്നവരെ ഫുൾ കൈ ഉണ്ടായിരുന്നു, അന്ന് ഹാഫ് കൈയേ ഉള്ളൂ. ഒക്കെ കാണുക, ധരിച്ചിട്ടുണ്ട് ഒരു വസ്ത്രം. പക്ഷെ ആ വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ ആ കുട്ടിന്റെ ശരീരത്തിന്റെ കളർ മുഴുവനും ഒപ്പിയെടുക്കാൻ പറ്റും. അങ്ങനായ പിന്നെ എങ്ങനെ? നമ്മളിങ്ങനെ സിന്ദാബാദ് മുഴക്കിയിട്ട് ആ നിയമം കാട്ടിപ്പുറത്ത് എങ്ങനെ ഉണ്ടാകും? അപ്പൊ നമ്മൾ ആ നിയമത്തെ കൊച്ചാക്കുന്നവരിൽ പെട്ടില്ല. ദീനിൽ അടിയുറച്ചൊന്ന് പ്രവർത്തിക്കുന്ന ആൾ ഇസ്ലാമികമായ ശരീഅത്തിന്റെ നിയമങ്ങളെ ഒന്നിനെയും തിരസ്കരിക്കരുത്.
എന്റെ കൂടെ എന്റെ ഭാര്യ നടക്കുമ്പോ, എന്റെ ഉമ്മ നടക്കുമ്പോ, എന്റെ പെങ്ങൾ നടക്കുമ്പോ അവർ സ്വീകരിക്കേണ്ട നയം എന്താണ് അള്ളാഹുവിന്റെ ദീന് നമ്മോട് പഠിപ്പിക്കുന്നത്? അതാ നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു മേധാവി ഇവിടെ തട്ടം ധരിക്കാൻ പാടില്ല നിയമം പുറത്തു പറഞ്ഞപ്പോ മുസ്ലിം രക്ഷിതാക്കളെ കുട്ടികളെ പിൻവലിച്ചോടുന്നു. ഇനി അങ്ങനത്തെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വ്യാപകമാക്കുകയാണെങ്കിൽ ആർക്കാ വിഷമം ഉണ്ടാകുക? ആർക്കും വിഷമം ഉണ്ടാവില്ല. കാരണം ആൾക്കാർക്ക് അത്രയാ നിയമത്തോട് ബന്ധമുള്ളൂ. ഇപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന കല്യാണത്തിലാകട്ടെ, വിഷയത്തിലാകട്ടെ, എങ്ങോട്ടാകട്ടെ നടക്കുന്ന കുട്ടികളുടെ അവസ്ഥകൾ രണ്ട് രൂപത്തിലല്ലേ നമ്മൾ കാണുന്നത്. നമ്മളല്ലേ രക്ഷിതാക്കളതിന്റെ ഉത്തരവാദികൾ. മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് വരെ എത്ര മട്ടത്തിലാ പോകുന്നത് അല്ലെ? ആ കുട്ടി 2 മണിക്കൂർ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോ അങ്ങനെ 2 നിയമമുണ്ട് ഇസ്ലാമില്. ഉണ്ടോ? രണ്ടെങ്കിലും പറയുന്ന എനിക്ക് മൈക്കൂരോട് പറയാലോ. മദ്രസയിലേക്ക് പോകുമ്പോ ആ ധരിച്ച ഫുൾ കൈ തന്നെ സ്കൂളിൽ യൂണിഫോമിലും പറ്റൂലേ? ഹാഫ് കൈ ഇട്ട് വരണം, ബനിയൻ ഷർട്ട് ഇട്ട് വരണം പറയണോ? ഏതെങ്കിലും സ്കൂളിൽ പറഞ്ഞണോ? കുട്ടികളെ തൊക്കൊക്കെ ഒന്ന് കാണട്ടെ, എന്നാലും അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞോ? പിന്നെന്തിനാ നമ്മൾ മുറിച്ച് മാറ്റിയത്? മക്കനിട്ട് വരാൻ പാടില്ല നിയമം ഇരിക്കണോ? പിന്നെന്തിനാ നമ്മൾ മാറ്റിയത്? അപ്പൊ നമ്മൾ തന്നെയല്ലേ ഈ നിയമത്തെ ബഹിഷ്കരിക്കുന്ന ആൾക്കാർ, കൊല്ലുന്ന ആൾക്കാർ. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിലൂടെ അല്ലാഹു തആല തരേണ്ട മഹത്വങ്ങളൊക്കെ തരും, ഒരു കുറവുണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠനും അനുജനും. രണ്ടാളും മജൂസികളാണ്, തീയിനെ ആരാധിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. ജ്യേഷ്ഠനോട് പറഞ്ഞു, നിങ്ങൾ 73 വർഷമായി ഈ തീയിനെ ആരാധിക്കുന്നു, ഞാൻ 35 വർഷമായി. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കും. കാരണം അവർ ആരാധ്യ വസ്തുവാണ്, അവർ പരിശോധിക്കണ്ട, നമ്മളതിനെ കുറ്റം പറയല്ല. അവര് പറഞ്ഞു, ഒരാൾ നമ്മൾ ഈ തീയിലേക്കൊന്ന് കൈയിട്ട് നോക്കും. നമ്മൾ ഇത്രയും കൊല്ലം ആരാധിച്ചിട്ട് നമ്മളോട് വലിയ ബഹുമാനം വിധേയത്വം ഉണ്ടെങ്കിൽ നമ്മളെ കൈ കരയാൻ പാടില്ല. കൈ കരിയാൻ പാടില്ല, തീ തട്ടിയിട്ട് പൊള്ളാൻ പാടില്ല, ചൂടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അതിനെ തന്നെ ആരാധ്യ വസ്തുവായിട്ട് അങ്ങനെ മുന്നോട്ട് നിലനിർത്താം. അതല്ല നേരെ വിപരീത ഫലാണെങ്കിൽ നമ്മൾ ഇത്രയും ആരാധിച്ചിട്ട് ഒരു കാര്യം കിട്ടിയില്ല എന്നാവൂലേ? നമ്മൾ പരിശോധിച്ചു നോക്കാം. അങ്ങനെ ജ്യേഷ്ഠനും അനുജനും ആദ്യം ആരാണ് കൈയിടാന്ന് ചോദിച്ചു. ജ്യേഷ്ഠൻ പറഞ്ഞു, അനുജനോട് നീ നിന്റെ കൈ അതിലേക്ക് തീയിലേക്ക് വെക്കൂ, എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അനുജൻ കയ്യങ്ങ് വെച്ചുകൊടുത്തു. സുബ്ഹാനല്ലാഹ്, വിരലുകൾ മുഴുവനും കരിഞ്ഞുപോയി. അയാള് വേദന കൊണ്ട് എന്ന് ശബ്ദിച്ചിട്ട് കൈ ഇങ്ങനെ വലിച്ചു. എന്നിട്ട് തീയിനോട് പറഞ്ഞു, 35 കൊല്ലമായിട്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു, അന്ത തൂദീനനീ, നീ എന്നെ ഇടങ്ങേറാക്കിയല്ലേ, എന്നെ ശല്യം ചെയ്തു അല്ലേ, നിന്നെ ആരാധിക്കാൻ ഞാനില്ല. എന്നിട്ട് ജ്യേഷ്ഠനെ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പുറത്തു തരുന്ന, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പരിഗണന തരുന്ന മഅബൂദായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹനെ നമുക്ക് വിശ്വസിക്കാം, ആ അല്ലാഹു തആലക്ക് നമുക്ക് ആരാധന നടത്താം. ആദ്യഘട്ടത്തിൽ ജ്യേഷ്ഠൻ അതിന് സമ്മതിച്ചു. നമ്മൾ അതിനെന്ത് ചെയ്യണം? ഇസ്ലാം പഠിക്കാൻ പറ്റുന്ന ആളെ അന്വേഷിച്ചു പോകണം. അങ്ങനെ നാട് നീളവർ അന്വേഷിച്ചപ്പോ ആളുകൾ പറഞ്ഞു കൊടുത്തു, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അവരടുത്ത് പോയാൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരും. ജ്യേഷ്ഠനും അനുജനും അങ്ങോട്ട് പോയി, ബസറ നാട്ടിലേക്ക് പോയി. അതാ സുബ്ഹാനല്ലാഹ്, സദസ്സിലെത്തി നോക്കുമ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിറയെ ആളുകളുണ്ട്. അവിടെ പോയിട്ട് വിഷയങ്ങൾ ചോദിക്കണമല്ലോ. അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ 75 കൊല്ലമായിട്ട് ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിനെ പെട്ടെന്ന് ഞാനങ്ങ് ഒഴിവാക്കിയാൽ എന്റെ കൂട്ടുകാരെന്നോട് എന്ത് പറയും? എന്റെ കുടുംബക്കാര് പലരും എന്നെ ആക്ഷേപിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഈ കുറഞ്ഞ കാലമല്ലേ എനിക്ക് ദുനിയാവിലുണ്ടാകൂ, അക്കാലം മാത്രം ഞാൻ ആ ആരാധന ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അനുജൻ പറഞ്ഞു, സുഹൃത്തേ, ഇവിടത്തെ വഷളത്തരം കുറച്ചു നേരമേ ഉണ്ടാകൂ, അതേ സമയത്ത് നരകം സഹിക്കാൻ കഴിയൂല. നീ
ഇപ്പൊ വന്ന വഴി നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന വഴിയാണ്. ഇനിയും നീ പഴയ വഴിയിലേക്ക് തന്നെ പോയാൽ കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരും. അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനില്ല എന്ന് പറഞ്ഞ് ജേട്ടൻ പിന്മാറിയപ്പോ നീ പോവുകയാണെങ്കിൽ പോയിക്കോ, ഞാൻ ഏതായാലും നിന്റെ കൂടെ വരാനില്ല. അനുജനും തന്റെ ഭാര്യയും മക്കളും കൂടി മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലെത്തി. ആ സദസ്സിൽ നിന്ന് ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ നേരെ വന്നിട്ട് ഈ സംഭവം പറഞ്ഞു. കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരാൻ പറഞ്ഞു. ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അനുജനും ഭാര്യയും മക്കളും എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്. മാലിക് ദീനാർ തങ്ങൾ ചോദിച്ചു, ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് വകുപ്പുണ്ടാക്കി തരട്ടെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹു എനിക്ക് തരുന്നത്, ഞാൻ അള്ളാഹുവിന്റെ ദീന് സ്വീകരിച്ചാളല്ലേ, അള്ളാഹു എനിക്ക് തരാൻ നിശ്ചയിച്ചത് എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പിരിഞ്ഞുപോയി. മക്കളെയും ഭാര്യയെയും വീട്ടിലാക്കിയിട്ട് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി ഇബാദത്തെടുക്കുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ പറഞ്ഞു, നാളെ രാവിലെ ആകുമ്പോ നിങ്ങൾ ജോലി അന്വേഷിച്ചു പോകണം. അങ്ങാടിയിൽ പോയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ജോലി കൊണ്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി തരണം. പിറ്റേന്ന് അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി. പക്ഷേ ഒരു ജോലിയും കിട്ടിയില്ല. ജോലിക്കാരും വിളിക്കാത്തത് കണ്ടപ്പോ അദ്ദേഹം തീരുമാനിച്ചു, എന്നാൽ ഞാനൊരു പള്ളിയിൽ പോയിട്ട് കുറച്ചു നേരം നിസ്കരിച്ചിട്ട് ഇബാദത്തെടുത്ത് കഴിയട്ടെ, നേരം വെറുതെ കഴിക്കേണ്ടതില്ലല്ലോ. മഗ്രിബ് വരെ ഇബാദത്തിലായി ചെലവഴിച്ചു. മഗ്രിബിന് ശേഷം വീട്ടിലേക്ക് വരുന്നു. അന്ന് ജോലിയൊന്നുമില്ല, കൈവട്ടപൂജ്യമാണ്, സമ്പാദ്യമൊന്നും കിട്ടിയിട്ടില്ല. വീട്ടിലേക്ക് വന്നപ്പോ ചോദിച്ചു, നിങ്ങൾ എന്തേ ഒന്നും കൊണ്ടുവരാന്നത്? ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഞാൻ ഇന്ന് രാജാവായ അള്ളാഹുവിന് വേണ്ടി നല്ലോണം അധ്വാനിച്ച് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഖിദ്മത്തെടുത്തു. അല്ലാഹ് എനിക്ക് ഒന്നും തന്നില്ല. അതുകൊണ്ട് നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അന്ന് രാത്രി എല്ലാവരും അങ്ങനെ പട്ടിണി കിടന്നു. പിറ്റേന്ന് രണ്ടാമത്തെ ദിവസമാണ്. പിറ്റേന്ന് അങ്ങാടിയിലേക്ക് പോയി. അന്നും ഒരു പണിക്കുമാരും വിളിച്ചില്ല. അന്നും വൈകുന്നേര സമയം വരെ ഇബാദത്തിലായി കഴിച്ചുകൂട്ടി. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി. അന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. പിറ്റേന്ന് നാളെ വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച എന്റെ റബ്ബ് എനിക്ക് ഏതായാലും തരും. നാളെ ആരാധനക്ക് ഭംഗിയുള്ള ദിവസമാണ്. പിറ്റത്തെ ദിവസം വെള്ളിയാഴ്ച അങ്ങാടിയിൽ പോയി നോക്കി. പക്ഷേ പണിയൊന്നും കിട്ടിയില്ല. നേരെ പള്ളിയിലേക്ക് വിട്ടു. ജുമുഅ നിസ്കാരം നിർവഹിച്ചു. അസ്റിന്റെ അവസാന സമയമായപ്പോ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹ് ലഖദ് അക്രംതനീ ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് നീ എന്നെ ആദരിച്ചല്ല അല്ലാഹ്. വതവ്വജ്തനീ ബിതാജിൽ ഹുദാ, നേർമാർഗത്തിന്റെ കിരീടം എനിക്ക് നീ ചാർത്തി തന്നല്ലോ അല്ലാഹ്. ഫബിഹുർമതി ഹാദദ്ദീനി, ഈ മതത്തിന്റെ ബഹുമാനം കൊണ്ട്, വബിഹുർമതി ഹാദൽ യൗമിൽ മുബാറകി, ഈ വെള്ളിയാഴ്ചയാകുന്ന ബറക്കത്തുള്ള ദിവസത്തിന്റെ പവിത്രത കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഒരു കാര്യം. ഇർഫഅ നഫഖതൽ ഇയാലി അൻ ഖൽബി, എന്റെ കുടുംബത്തിന് ഇനി അങ്ങോട്ടുള്ള ചെലവിന്റെ ബാധ്യത എന്റെ മനസ്സിൽ നിന്ന് നീ ഉയർത്തി തരണേ അല്ലാഹ്. അവരെ ചെലവിന്റെ ഒരു ബാധ്യത നീ എനിക്ക് ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിന്റെ മുന്നിൽ നാണിക്കേണ്ടി വരരുത്. അവരിപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരായ എന്റെ മക്കളും മറ്റുമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കൊണ്ട് ദാരിദ്ര്യം ഭയന്നൊരിക്കലും അവർ ഇസ്ലാമിൽ നിന്ന് പോകരുത് അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്തു. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച കഴിഞ്ഞു. നേരെ പിറ്റേന്ന് ശനിയാഴ്ചയായപ്പോ, ശനിയാഴ്ച ളുഹറിന്റെ സമയമായപ്പോ മക്കളൊക്കെ പറയുന്നുണ്ട്, വാപ്പാ വിശന്നിട്ട് വയ്യാ. പള്ളിയിലേക്ക് ബാപ്പ പോയ ഉടനെ തന്നെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ വന്നു. വാതിൽ മുട്ടുന്നു. ഭാര്യ കതക് തുറന്നു നോക്കുമ്പോ നല്ല സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രം ഇങ്ങനെ ഒരു ടവ്വൽ കൊണ്ട് പുതച്ചിട്ടുണ്ട്. ആ പാത്രത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ സ്വർണ്ണ നാണയങ്ങളാണ്. ആ
സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്വർണ്ണ നാണയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ. ഭർത്താവിനോട് നിങ്ങൾ പറയണം, ഹാദിഹി ഉജ്റത്തു അമലിക ഫീ യൗമൈൻ, ഇന്നലെയും മിനിയാന്നും അതിന്റെ തൊട്ടു മുമ്പും 3 ദിവസമായി അള്ളാഹുവിന്റെ ആരാധനയിൽ തന്നെയാണ്, നല്ല പ്രതീക്ഷയിൽ ആരാധന നടത്തി. ഇന്നലെ വൈകുന്നേരം അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥന നടത്തി. അതിന് അള്ളാഹു തന്നയച്ചതാണ്. ആ അമലിന് അള്ളാഹു തന്ന കൂലിയാണ്. നിസ്കരിച്ചാലും നോമ്പോറ്റാലൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഒക്കെ പരലോകത്തെത്തിയിട്ടേ കിട്ടുള്ളൂ എന്ന് കരുതരുത്. ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാതെ നമ്മൾ ആഖിറത്തിലേക്ക് മാത്രം ഒരു പ്രതീക്ഷിച്ച് ഇവിടെ ഒന്നും കിട്ടൂല. അങ്ങനെയല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ സൗന്ദര്യം ഇവിടെയുണ്ട്, അവിടെയുണ്ട്, രണ്ട് ലോകത്തും. അതുകൊണ്ട് ഇന്നലെ മിനിയാന്നൊക്കെ നല്ലോണം മഗ്രിബ് വരെ പള്ളിയിൽ നിന്ന് അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങളെ ഭർത്താവ്. പറയണം ഭർത്താവിനോട്. ശനിയാഴ്ച മഗ്രിബാകുമ്പോഴേക്ക് ഭർത്താവിന്റെ മനസ്സിങ്ങനെ വേദനിക്കാൻ തുടങ്ങി. പടച്ചോനെ, ഇന്നിപ്പോ 4ാമത്തെ ദിവസമാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ദ്വാരുന്നു നല്ല പ്രതീക്ഷയോടുകൂടി. ഇന്ന് കിട്ടുന്നു, ഇന്നലെ ദ്വാന്റെ ഉത്തരം കിട്ടി, ഇന്ന് കിട്ടുന്നു കരുതിയിട്ടാണ് അങ്ങാടിക്കൊന്നും ഒന്നും ജോലി കിട്ടിയില്ല. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം പോകുമ്പോ എന്തായിരിക്കും സ്ഥിതി എന്ന് വിഷമത്തോടുകൂടെ ഇങ്ങനെ ചിന്തിച്ചു. ഭാര്യ ഏതായാലും കൊടുന്നില്ലേ, ഒരു പാത്രത്തിൽ നിറയെ സ്വർണ്ണുണ്ട്. ആ സ്വർണത്തിൽ നിന്ന് 1 ദീനാർ എടുത്തിട്ട് ആ ഭാര്യ അങ്ങാടിയിലേക്ക് പോയി. 1 ദീനാർ എടുത്ത് അങ്ങാടിയിലേക്ക് പോയിട്ട് സ്വർണ്ണപ്പണിക്കാരന്റെ കയ്യിൽ കൊടുത്തുതാ, ഇതിന്റെ തൂക്കത്തിന് തൂക്കിയിട്ട് ദിർഹം തരണം തന്നു. അപ്പൊ ആ സ്വർണ്ണപ്പണിക്കാരൻ ഇങ്ങനെ തൂക്കി നോക്കിയിട്ട് പറഞ്ഞു, ഇത് നാട്ടിലൊന്നും കിട്ടുന്ന സ്വർണ്ണ നാണയല്ലല്ലോ, ദീനാറല്ലല്ലോ, ഇത് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചു. അപ്പോ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ അല്ല, ഇതിന്റെ പിന്നിലുള്ള സംഭവങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. എന്താ സംഭവം? ഇപ്പൊ മുസ്ലിം ആയത് മുതൽക്കുള്ള ചരിത്രങ്ങൾ മുഴുവനും രാവിലെ വീട്ടിൽ വന്ന് ഒരാൾ ഒരു പാത്രം നിറയെ സ്വർണ്ണ നാണയങ്ങൾ ദീനാർ തന്നു. ഒരു ടവ്വൽ കൊണ്ട് ആ പാത്രം ഇങ്ങനെ മൂടിയിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് ഒന്ന് എടുത്തു വരാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം, ഈ സ്വർണത്തിന്റെ ഈ ദീനാറ് ഈ ഭൂമിയിൽ എവിടെയും കിട്ടുന്നതല്ല. ഇതിലീ കൊത്തിവെച്ച ഈ വാക്കുകളൊക്കെ സ്വർഗത്തിൽ നിന്ന് വന്ന സ്വർണത്തിന്റെ ദീനാർ പോലെയുണ്ട്. ഇത് ഈ ഭൂമിയിൽ നിന്ന് ആരും അച്ചടിച്ചുണ്ടാക്കിയതല്ല. അതുകൊണ്ട് പെണ്ണെ, എനിക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരൂ. ആ സ്വർണ്ണപ്പണിക്കാരൻ, സ്വർണത്തിനെ മാറ്റം ചെയ്യുന്ന പണിക്കാരൻ, അദ്ദേഹം മുസ്ലിമായി. പിന്നെ ആ പെണ്ണിന് 1000 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കണം. എന്നിട്ട് ഈ 1000 കഴിഞ്ഞാൽ പിന്നെയും എന്റെ അടുത്ത് വരണം, പിന്നെയും എന്റെ അടുത്ത് വരണം. നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എപ്പോ നിനക്ക് കാശ് ആവശ്യമുണ്ടോ എന്റെ അടുക്കലേക്ക് വന്നോ, സദാ സമയത്തും തരാം. ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ അടിയുറച്ചു നിന്ന് വിഷമം വന്നപ്പോഴും ദാരിദ്ര്യം വന്നപ്പോഴും പോകാതെ അടിയുറച്ചു നിൽക്കുമ്പോ അള്ളാഹുവാണ് നമ്മളെ കാണുന്നവൻ, അള്ളാഹുവാണ് നമ്മളെ നിരീക്ഷിക്കുന്നവൻ, അള്ളാഹുവിന്റെ ദീനാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ സൗന്ദര്യത്തിനൊരു കോട്ടവും വരൂല. ശനിയാഴ്ച മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവ് ചിന്തിച്ചു, പടച്ചോനെ, ഇന്നും ഒന്നും കൊണ്ടു ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഒരു സഞ്ചി എടുത്തിട്ട് കുറച്ച് മണ്ണ് വാരിട്ടതിലേക്ക് നാ പോകുമ്പോ ഇതുണ്ട് എന്നെങ്കിലും കാണിച്ചു കൊടുക്കാലോ നിർത്തിയിട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു മണ്ണ് ആ സഞ്ചിയിലേക്ക് ഒരു 1/2 സഞ്ചി മണ്ണ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ കാണുമ്പോ എന്തോന്ന് കൊണ്ടുവന്നിരുന്നുള്ള സമാധാനം ഉണ്ടാവുമല്ലോ കരുതിയിട്ടാ കൊണ്ടുപോണത്. മണ്ണാണ്, സാക്ഷാൽ മണ്ണ്. വീട്ടിലെത്തി നോക്കുമ്പോ അദ്ദേഹം നല്ല ഭക്ഷണത്തിന്റെ മീൻ പൊരിച്ചതും മറ്റൊക്കെ അങ്ങനെ അതിന്റെ സ്മെല്ലിങ്ങനെ അടിച്ചു വീശി വരും. സുബ്ഹാനല്ലാഹ്, എന്താ ഇവിടെ ആരെങ്കിലും എന്തോ വന്ന് കൊണ്ടുവന്ന് കൊടുത്തോ? നല്ല മണം വരുന്നുണ്ടല്ലോ. അങ്ങനെ അടുക്കളയിലേക്ക് പോയിക്കുമ്പോ പത്തിരിയൊക്കെ, ഹുബുസൊക്കെ, റൊട്ടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും എടുത്തിടുന്നു ഇങ്ങോട്ടും എടുത്തുന്നു. ഇഷ്ടംപോലെ ഭക്ഷണം. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം എടുക്കില്ലെന്ന് ഭക്ഷണം ഇങ്ങനെ മേശപ്പുറത്ത്. അപ്പൊ ഈ കൊണ്ടുവന്ന സഞ്ചി പതുക്കെ വാതിലിന്റെ ഒരു ഭാഗത്ത് വെച്ചു. കാരണം അതിൽ മണ്ണല്ലേ നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ചോദിച്ചു, ഈ ഭക്ഷണം എവിടുന്നാ കിട്ടിയത്, എങ്ങനെ കൊണ്ടുവന്നത്? അപ്പൊ ഭാര്യ ആ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. അതങ്ങനെ അങ്ങോട്ട് കേട്ടപ്പോ, ആ ചരിത്രം അങ്ങോട്ട് കേട്ടപ്പോ ഫസജദ ശുക്റൻ ലില്ലാഹ്, ഒരൊറ്റ സുജൂദം ചെയ്തു ശുക്രിന് വേണ്ടി. അല്ലാഹ്, ഇസ്ലാം സ്വീകരിച്ചിട്ട് നീ എന്നെ പരാജയപ്പെടുത്തിയില്ല. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ ഇനി ഒരിക്കലും ഈ മക്കൾക്ക് വേണ്ടി ജോലി എടുക്കേണ്ടിയില്ല. ഇപ്പൊ ഒരു ദീനാറ കൊണ്ടുപോയിട്ടാണ് ആ കൊല്ലപ്പണിക്കാരൻ പറഞ്ഞത്, ഇനി എത്ര ഭാഷ ഉണ്ടെങ്കിലും കൊണ്ടുവന്നോളൂ, ബാക്കിയുള്ള ദീനാറൊക്കെ പാത്രത്തിലുണ്ട്.
ഒറ്റ ദീനാറെ കൊണ്ടുപോയിട്ടുള്ളൂ. അതിനാണ് 1000 ദിർഹം കൊടുത്തത്. ഇനിയും നിങ്ങൾ വന്നോളൂ, ഇനിയും തരാന്ന് പറഞ്ഞത്. അദ്ദേഹവും മുസ്ലിമായ അതിന്റെ സൗന്ദര്യം കണ്ടിട്ട്. ഇസ്ലാം നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹു നമ്മളെ കൈവിടൂല. നമ്മൾ ഇസ്ലാം അള്ളാഹു കബൂലാക്കട്ടെ. നല്ല ഉറച്ചു നിൽക്കണം, ഒരു പേടിയും പേടിക്കേണ്ടതില്ല. അള്ളാഹു നമ്മളെ സഹായിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഏതായാലും ആ പൊടി എടുത്ത് ഒഴിവാക്കാലോ എന്ന് കരുതിയിട്ട് പതുക്കെ ആ സഞ്ചി ഒന്ന് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇമാം ഖല്ലൂബി തങ്ങൾ ഉദ്ധരിക്കുന്ന ചരിത്രമാണ്. ആ മണ്ണെടുത്ത് പുറത്തെറിയാൻ വേണ്ടി നോക്കുമ്പോ ഒന്ന് തുറന്നു നോക്കിയപ്പോ ഫറആഹു ദഖീഖൻ ബിദിനില്ലാഹ്, അതും പൊടിയായി മാറിയിട്ടുണ്ട്. പത്തിരിപ്പൊടി ഒക്കെ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സന്തോഷം. നേരത്തെ യഥാർത്ഥ പത്തിരിപ്പൊടി കൊണ്ട് ഭക്ഷണം കഴിച്ചു വന്ന് ഇനി ഏതായാലും ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഒഴിവാക്കാൻ നിന്നതാ. അപ്പൊ അതൊന്ന് പതുക്കെ തുറന്നു നോക്കുമ്പോ അതും പത്തിരിപ്പൊടിയായി മാറിയിട്ടുണ്ട്. രണ്ടാമതും ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇസ്ലാമിന്റെ പേരിൽ നീ എന്നെ ആദരിച്ചത് വല്ലാത്ത ആദരവാണ്. ആഖിറത്തിലും ഇതേ ആദരവ് തരണേ അല്ലാഹ്. നമ്മുടെ ഇസ്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസരംഗത്ത് വൈകല്യങ്ങൾ വരാതെ, വിഷമങ്ങൾ വരാതെ നല്ല സന്തോഷത്തോടെ അടിയുറച്ചു നിൽക്കണം. എത്ര പ്രതിസന്ധികൾ സാമ്പത്തിക രംഗത്ത്, ശാരീരിക രംഗത്ത് മറ്റൊക്കെ വന്നാലും ഇസ്ലാമിൽ നിന്ന് രാജിയാകുന്ന ഒരു വാക്കോ ഒരു പ്രവർത്തനമോ ഒരു ചിന്തയോ വരാതെ ഇസ്ലാമിലായി, ഈമാനിലായി അടിയുറച്ചു നിന്ന് അതിന്റെ സൗന്ദര്യം ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. 2-3 വരി മദ്ഹ് ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിക്കാം.